ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയർ ആണ്. അപ്പോൾ ഗായ്സ്, നമ്മളൊന്ന് ഡൂ ആണ് കളിക്കാൻ പോണത്. എൻ്റെ കൂടെ കളിക്കാൻ എൻ്റെ ഫ്രണ്ട് D2K മാസ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഹീറോയ്ക്ക് നമ്മുടെ പുതിയ സീസൺ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഞാനും അവനും BR ബുയ അടിക്കുമെന്നാണ് ഈ കളിയുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഈ കളിക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളെ കളി തുടങ്ങിയപ്പോൾ തന്നെ ഞാനും അവനും നേരെ പോയിട്ട് നമ്മളെ ക്ലോക്ക് ടവറിലായിരുന്നപ്പോൾ കുറേ സ്കോഡിനൊക്കെ ഇവിടെ കാണാണ്ട്. ഞാനപ്പോഴേക്കും അൺഫോളോ അടിച്ചു പോയി. ഓൻ വേറെ സ്ഥലത്ത്, ഞാൻ വേറെ സ്ഥലത്ത്, അങ്ങനെയായി. ഞാൻ നേരെ ആ നടുവുള്ള വീടില്ലേ, അവിടെ തന്നെ കറക്റ്റ് പോയി. എൻ്റെ കയ്യിൽ മ്യൂസിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ബാക്കിൽ നിന്നൊരു എനിമി എന്നെ അടിച്ചിട്ട് ഞാൻ അവിടെ ഗ്ലൂ ആയിട്ടൊക്കെ നിന്നെങ്കിൽ ഓസ്കാർട്ട് വന്നിട്ട് ഇന്നണ്ട് നോക്കാക്കിയിട്ട്. പിന്നെ മറ്റേ സൈഡിലൊക്കെ നോക്കിയപ്പോൾ എൻ്റെ ടീംമേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, D2K മാസ്റ്റർ. ഓൻ എന്നെ പൊക്കാൻ പോവുകയാണ്. എന്തായാലും ഭീമശക്തിയിലെങ്കിൽ പൊക്കാൻ പറ്റുള്ളൂ. ക്ലോക്ക് ടവറിൽ പൊക്കാൻ പറ്റും, കാരണം അവിടെ പൊക്കാൻ പോയാൽ എന്തായാലും ഇവരും പാടാവും. അപ്പോൾ നമ്മുടെ ബുയ പ്ലാൻ എന്തായാലും പോവുകയും ചെയ്യും. അപ്പോൾ അവൻ നേരെ ഹാങ്ങർക്കാണ് പോകണമെന്ന് തോന്നുന്നു എനിക്ക്. ഓൻ ഹാങ്ങർക്ക് തന്നെ പോണത്. അവസാനം പൈസ ഒക്കെ എടുത്ത് സെറ്റായിട്ട് ഇന്നാണ്ട് പൊക്കി വിട്ടിട്ടുണ്ട്. ഞാനും ഇനി ഹാങ്ങർക്കാണ് ഇറങ്ങണത്. നിങ്ങൾ ഈ സ്ഥലത്തിന് ഹാങ്ങർ എന്നാണോ ഹങ്കർ എന്നാണോ വിളിക്കുന്നത് പറയുക. ഞാൻ ഹാങ്ങർ എന്നാണ് വിളിക്കുക. നിങ്ങളെന്താ വിളിക്കുകയെന്ന് പറയുക. അപ്പം ഞാൻ ഇവിടെ തൽക്കാലം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് ഇവിടെ തന്നെ. പിന്നെ ഇവിടെ നേരത്തെ കുറച്ച് എനിമീസൊക്കെ ഉണ്ടെന്നോ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം ബൈസൺ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ പൊക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബൈസൺ കിട്ടി. പിന്നെ ഇറങ്ങിയപ്പോൾ ഒരു ആർമറും കിട്ടിയിരുന്നു. അപ്പോൾ ആർമില്ലാത്ത 1-2 ലെവലുള്ള ഒരു ആർമറായിരുന്നു ഈ ബൈസൺ കൊണ്ട്. പിന്നെ ഒരു ലോങ് റേഞ്ച് ഗണ്ണ് കിട്ടാൻ വേണ്ടി അങ്ങനെ നോക്കാം. ലോങ് റേഞ്ച് ഗണ്ണ് കിട്ടൂല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവസാനം എനിക്ക് സ്കാർ കിട്ടി. സ്കാർ കൊണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. പിന്നെ ഞങ്ങൾ ഇവിടെ കയറുന്ന ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് നേരെ ഭീമശക്തിക്ക് പറപ്പിച്ച്. അവസാനം ഞങ്ങളുടെ ഭീമശക്തിയിലെത്തി. ആ ഓട്ടോറിക്ഷയും കൂടി പൊട്ടിച്ചപ്പോൾ ഒരു സുഖമായി. അപ്പോഴേക്കും ഇത് എൻ്റെ അടുത്തേക്ക് ഇതാ ഒരു ഹിറ്റ് ലിസ്റ്റ് വന്നു. ഞങ്ങൾ രണ്ടൊരു എൽ ഷേപ്പ് വീടിൻ്റെ മുകളിൽ ഇങ്ങനെ പിന്നെ കുത്തിയിരിക്കാൻ തുടങ്ങി. ഇവിടെയാണെങ്കിൽ കുറച്ചുകൂടി സേഫാണ്. പിന്നെ എന്തായാലും പിന്നെ നമ്മുടെ D2K മാസ്റ്ററിൻ്റെ എനിമിയാണ്ട്. ഓൻ്റെ A8 ചെയ്ത ഗണ്ണാണ്. A8 തന്നെ. അതുകൊണ്ട് ഓന് നല്ല ഗണ്ണ് എനിമീനെ കാണുന്നുണ്ട്. പക്ഷെ ഇക്ക് കാണില്ല. ഇന്ത്യയിലാണെങ്കിൽ ഒരു 2 സ്കോപ്പുള്ളൊരു പരാഫലോ ഇങ്ങനെ കാണാനാന്നാവോ. അവിടെ നമ്മളെ അടുത്തെത്തി. നമ്മളെ മാപ്പിൽ നോക്കിയാൽ കാണും ഹിറ്റ് ലിസ്റ്റ് നമ്മളെ അടുത്തെത്താറായിക്കണ്. സോ ഗൈസ്, അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ നല്ല അടുത്തെത്തി. അപ്പോൾ നമ്മുടെ D2K മാസ്റ്റർ എന്തായത് അവിടെ ഒരു ഗ്ലൂ ആയിട്ട്. അപ്പം ഞാനെന്തായത് കുറച്ചുകൂടി ഷീൽഡ് ആവട്ടെ എന്ന് വെച്ചാൽ ഞാനും കൂടി അവിടെ ഗ്ലൂ ആയിട്ട് ഈ സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് അവിടെ എനിമീനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഇടവഴി എന്നാണ് പറയുന്നത്. ആ ഇടയിൽ കൂടെ നമുക്ക് കണ്ട് അടിച്ചിടുക എനിമീനെ. ഇപ്പം തന്നെ എനിമീസ് വന്നു തുടങ്ങുന്നുണ്ട്. ഇതാക്കി ഇവിടെ കൂടെ കാണുന്നുണ്ട്. ഇതാ സൈഡിൽ കൂടി ചെറുതായിട്ടൊരു എനിമി പോകുന്നതാ. നിങ്ങൾ കണ്ടോ ഗൈസ്, കണ്ടോ? പിന്നെ എല്ലാ എനിമി കൂടി ഇങ്ങോട്ട് ചേർത്ത് ടാക്സി അത് താഴെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായത് ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ ചോദിച്ചു. നോക്കിയപ്പോൾ D2K മാസ്റ്റർ താഴെ പോകുമ്പോൾ ഞാൻ നല്ല അടി എടുത്തു. പിന്നെ കില്ലിനൊക്കെ പോയെങ്കിലും ആ കില്ല് കില്ല് ചത്തില്ലെങ്കിൽ ഓനും കൂടി ചത്തിരുന്നു. പിന്നെ ഓനെ പൊക്കിണ്ട് വിട്ടിട്ട് ഞാൻ പിന്നെ എന്തായത് ഞാൻ പിന്നെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് തോന്നി മറ്റേ എനിമീനെ തീർക്കുണ്ടാവുന്നേ, ഫിനിഷൊക്കെ ഉണ്ടാവുന്നേ. കുറിച്ച് ചാടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. സംശയം ഒന്ന് മാറി എന്ന് നോക്കിയപ്പോൾ അവൾ അടിയിൽ ഫൈറ്റ്. ഞാനിവിടെ ആണെങ്കിൽ ബോൺഫയർ ടിക്കറ്റിൻ്റെ ഫൈറ്റ് ഉണ്ടാക്കാൻ വിളിക്കുക. ഞാനും പോയി ഫൈറ്റ്. അപ്പോൾ ടാക്സിയാണ് അവൾ ടീമിലേക്ക് വന്നിട്ട്
മറ്റോനെ ഞാൻ തീർത്തന്നിട്ട് എൻ്റെ ഹിറ്റ് ലിസ്റ്റ് ഞാൻ തന്നെ ഉണ്ട് ഫിനിഷ് ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ നോക്കിയപ്പോൾ അടുത്ത എനിമീൻ്റെ കോട്ട വരുന്നത് മുകളിൽ ഫുള്ളും ഗ്ലൂവാളും വെച്ചിട്ടുണ്ട്. D2K മാസ്റ്ററും ചെയ്യുന്നൊരു ഡുവോ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരുത്തനുണ്ട് തീർത്തിട്ടോ ഇപ്പം ഓസ്കാറൊക്കെ ഇട്ടായിരുന്നു. ഞാൻ തീർത്തിട്ട് പിന്നെ വൂക്കോങ് ഇട്ട് ഒരു ഗ്ലൂവാൾ മുമ്പിൽ ഇട്ടായിരുന്നു. എന്നിട്ട് ആ മഞ്ഞപ്പൊടിച്ചാടി കൂടി ഞാനുണ്ട് കളിച്ചു മക്കളെ. പിന്നെ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ D2K മാസ്റ്റർ റിവൈവ് ചെയ്യാൻ പോയി. എങ്ങനൊക്കെ തീർത്ത് രണ്ടിനും ബൈതനുണ്ട് രണ്ടിനും ഞാൻ തീർത്തിട്ട് പിന്നെ ഞാനവനെ പൊക്കിയിട്ട് നേരെ സൂപ്പർ ബട്ടൺ ഇടിച്ചു. പിന്നെ ഇവിടെ ഒരു വണ്ടി പിന്നെ ഓന് നമ്മുടെ D2K മാസ്റ്ററിൻ്റെ സ്വഭാവമുണ്ട്. അപ്പം എത്ര സോണിൻ്റെ അപ്പുറം ഇപ്പോൾ എത്ര സോണിൻ്റെ ഉള്ളിലാണ് ഓൻ്റെ ലൂട്ട്. ഇപ്പോൾ സോണിൻ്റെ ഉള്ളിലാണ് ഓൻ്റെ ലൂട്ടെങ്കിൽ അല്ല സോണിൻ്റെ പുറത്താണ് ഓൻ്റെ ലൂട്ടെങ്കിൽ ഓനെന്താ ചെയ്യുക ആ ലൂട്ടെന്ന് ഓൻ എടുക്കണം. അങ്ങനെ എടുക്കാൻ പോയില്ല അതുപോലെ തന്നെ. എന്നിട്ട് കുറേ പ്രാവശ്യം ചത്തിട്ടുണ്ട്. അങ്ങനെ കളിയും കുറേ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വണ്ടി ഒന്ന് കാത്തിക്കുക ഓൻ വരാൻ. ചെക്കൻ വരണമില്ല അപ്പോൾ അപ്പേക്ക് ആ ചെക്ക ഇറങ്ങി വേറൊരു ഫൈറ്റിനാണ് നിന്ന് ഗൈസ്. ഞാൻ പെട്ടു. അപ്പേക്ക് ഓനെ പോയി ഉൾവാളിട്ടുണ്ട്. ഞാൻ പൊക്കിയാണ് വിട്ടെങ്കിൽ എനിമി കുറച്ച് മുകളിലായതുകൊണ്ട് നമുക്കൊരു പാടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ തീർത്തിടാന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒരു പേടി. അപ്പേക്ക് മറ്റേ ഗ്ലൂ വാൾ പൊട്ടിക്കണ കണ്ണൊക്കെ എടുത്ത് എൻ്റെ ഗ്ലൂ വാൾമൊക്കെ ഉണ്ട് അടിച്ച് ഗ്ലൂ വാളുണ്ട് പൊട്ടി. എന്നാലും നമുക്ക് സീനില്ല ഗൈസ്. ഞാനിട്ട് ഒരുത്തന്നെ വുഡ്പക്കറുകൊണ്ട് വെറുതെ ഒരു കാര്യമില്ലാതെ അടിക്കാൻ നിന്നതാ. അപ്പോഴേക്കും ഞാൻ തീർന്നു ഗൈസ്. ഞാൻ തീർന്നു. അങ്ങനെ നമ്മുടെ ആൾ നല്ല ഇതിലൊക്കെ അടിക്കാൻ നിന്നതാ.